ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു 600 ഗ്രാം ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ഏതായാലും ചേർക്കാം. 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, അത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ബീഫ് ഒരു പകുതി വേവാവുന്നവരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വിസിലിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ചും അതുപോലെ കുക്കറിനനുസരിച്ചൊക്കെ വിസിലിന് വ്യത്യാസം ഉണ്ടാവും. നോക്കിയിട്ട് വേവിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ബീഫ് ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് അതിൽ ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ഇഞ്ച് വലുപ്പം വരുന്ന പട്ട, ഒരു 6 ഗ്രാമ്പൂ, 3 ഏലക്കായ, പിന്നെ ഒരു പകുതി ജാതിപത്രി അത്ര എടുത്തിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ അരഞ്ഞു കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പറ്റാവുന്ന രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളകും ചേർക്കാം. എന്നിട്ട് ആ നാളികേരക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ഇതുപോലെ 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള ഇതുപോലൊരു ഹാഫ് സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മളിത് പകുതിയല്ലേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർക്കാം. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് മതിയാവില്ല, നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഒരു 90% നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടിയേക്കാളും കൂടുതലായിട്ട് കുരുമുളകും അതുപോലെ പച്ചമുളകൊക്കെയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിൽ ആ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നവരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
ഇത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മസാല ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില എന്തായാലും ചേർക്കണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അവസാനം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ബീഫ് റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് പൊറോട്ട, ചപ്പാത്തി, അപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്